ശ്രീരാമന്റെ അനിയന്മാരുടെ പേരെന്താണ്? ശ്രീരാമൻ എത്ര അനിയന്മാരുണ്ട്? ഇതൊക്കെ നമുക്ക് ഇവിടെയുള്ള ആൾക്കാരോട് ചോദിച്ചു നോക്കാം. അവരെന്താണ്, അവർക്ക് അറിയോ, അവർ കാർട്ടൂണിലോ അല്ലെങ്കിൽ മുത്തശ്ശിയൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടോ കഥ, രാമായണം കേട്ടിട്ടുണ്ടോ, അതിനെപ്പറ്റി അറിയുമെന്നൊക്കെ നമുക്ക് അവരോട് ചോദിച്ചു നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ശ്രീരാമൻ്റെ അനിയന്മാരുടെ പേരെന്താന്ന്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ശ്രീരാമനില്ലേ, ശ്രീരാമന്റെ അനിയന്മാരുടെ പേരെന്താണെന്ന് അറിയോ? ശ്രീരാമൻ, ലക്ഷ്മണൻ, പിന്നെ പിന്നെ വേറെ ലക്ഷ്മണനൊക്കെ അറിയൂ. ലക്ഷ്മണൻ അറിയോ? ബാക്കി ആൾക്കാരെ അറിയില്ല. എത്ര പേരുണ്ടെന്ന് അറിയോ ശ്രീരാമന് അനിയന്മാര്? സ്വന്തം അനിയനല്ല, അവര് 4 പേരുണ്ടല്ലോ. അറിയില്ല. ഈ ലക്ഷ്മണനെ എവിടെ നിന്ന് അറിഞ്ഞത്? ലക്ഷ്മണൻ നമ്മള് പഴയ ഇത് കണ്ടിട്ടുണ്ട്, സീരിയൽ പോലെ എന്താ സംഭവം അതിൽ കണ്ടിട്ടുണ്ട്. കാർട്ടൂണൊന്നും കണ്ടിട്ടില്ല, ആനിമേഷൻ വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ല? ആനിമേഷനിലേ കണ്ടില്ല. ഞാൻ ആദ്യം എന്തോ ഒരു പ്രോഗ്രാം ഒക്കെ ഉണ്ടായിരുന്നു, അതില് രാമൻ ലക്ഷ്മണൻ എന്നൊക്കെ പറഞ്ഞിട്ട്. രാമൻ ലക്ഷ്മണൻ മാത്രമേ അറിയുള്ളൂ. ശത്രുഘ്നനും ഭരതൻ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്, പക്ഷെ അവര് ബ്രദേഴ്സ് ആണോ അറിയില്ല. അവർ രണ്ടും ബ്രദേഴ്സാണ്, കസിൻ ബ്രദേഴ്സാണ്. ഒന്ന് പറയാമോ രാമന്റെ 3 അനിയന്മാരുടെ പേര്? ലക്ഷ്മണൻ, ഭരതൻ, പിന്നെ വന്നില്ല. ശത്രുഘ്നൻ. ഓക്കെ, താങ്ക് യു. ശ്രീരാമനില്ലേ, ശ്രീരാമൻ അറിയില്ലേ? ശ്രീരാമന്റെ അനിയന്മാരുടെ പേരെന്താന്ന് പറയൂ? ലക്ഷ്മണൻ, പിന്നെ ബാക്കി അറിയില്ല. ഈ ലക്ഷ്മണൻ എന്നുള്ളത് എവിടെ നിന്നാണ് അറിഞ്ഞത്? മറ്റേ ഇങ്ങനെ നമ്മള് കഥകളൊക്കെ കേക്കില്ലേ, അവര് കാട്ടില് പോയ കഥകളൊക്കെ, അങ്ങനെ ലക്ഷ്മണന്റെ. മൊത്തം കഥ പഠിച്ചിട്ടില്ല, അറിഞ്ഞിട്ടില്ല, ആരും പറഞ്ഞു തന്നിട്ടില്ല? ഇല്ല. ഇപ്പൊ ഞാൻ പറഞ്ഞ അറിയുമായിരിക്കുമോ? എന്നുവെച്ചാ കുറച്ച് അവര് എന്തോ വേറെയും അനിയന്മാരും ഒക്കെ ഉണ്ട്, പക്ഷെ പേരെനിക്ക് ലക്ഷ്മണന്റെ മാത്രമേ അറിയുള്ളൂ. ശത്രുഘ്നനും ഭരതനും കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. ശത്രുഘ്നൻ, ഭരതൻ. ഒന്ന് പറയാമോ ശ്രീരാമന്റെ 3 അനിയന്മാരുടെ പേര്? ശത്രുഘ്നൻ, ഭരതൻ, ലക്ഷ്മണൻ. രാമായണം കാർട്ടൂൺ ഒന്നും കണ്ടിട്ടില്ല, അനിമേഷൻ വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ല? ലക്ഷ്മണനില്ലേ ശ്രീരാമന്റെ അനിയന്മാരുടെ പേര് പറയാമോ? പിന്നെ എന്താ ലക്ഷ്മണനെ മാത്രം അറിയുന്നേ? ലക്ഷ്മണനെ എങ്ങനെയാ അറിഞ്ഞേ? രാമന്റെ കൂടെ എപ്പോഴും ലക്ഷ്മണൻ ഉണ്ടാവില്ല, ഒരു കോംബോ ആണല്ലോ. അതെങ്ങനെയാണോ കണ്ടേക്കണേ? എങ്ങനെയാണ് ഈ രാമായണം വായിച്ചിട്ടുണ്ടോ? ഇല്ല. കാർട്ടൂൺ, അനിമേഷൻ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ? അതിൽ ലക്ഷ്മണൻ മാത്രമേ ഉള്ളൂ അല്ലേ? അതുകൊണ്ടാണ്. ബാക്കിയുള്ളവരുടെ പേര് പറഞ്ഞറിയോ? അറിയായിരിക്കും. ഭരതനും ശത്രുഘ്നനും കേട്ടിട്ടുണ്ട്. എങ്ങനെയാണ് കേട്ടേക്കണേ? ചെറിയ പോർഷൻസ് ഉണ്ടായല്ലേ? ഓക്കെ, അങ്ങനെ അറിയാം. ഇനിയിപ്പോ പറഞ്ഞേ രാമന്റെ 3 അനിയന്മാരുടെ പേര്? ഭരതൻ, ശത്രുഘ്നൻ, പിന്നെ ലക്ഷ്മണൻ. രാമന്റെ അനിയന്മാരുടെ പേര് പറയാമോ? ലക്ഷ്മണൻ മാത്രമേ അറിയുള്ളൂ. ബാക്കി 2 എന്തുകൊണ്ടാണ് അറിയാൻ പാടില്ലാത്തത്? കേട്ടിട്ടില്ല, രാമായണം വായിച്ചിട്ടില്ല, അല്ലെങ്കിൽ കാർട്ടൂണൊന്നും കണ്ടിട്ടില്ല? ഒന്നും കണ്ടിട്ടില്ല, കാർട്ടൂണൊന്നും കണ്ടിട്ടില്ല. ലക്ഷ്മണൻ അറിയാം. ലക്ഷ്മണൻ എങ്ങനെ അറിയണം? അപ്പൊ ലക്ഷ്മണന് ശ്രീരാമന്റെ സീതയുടെ കൂട്ടത്തിലും വനവാസത്തിന് പോയിട്ടുള്ളത് കൊണ്ട് അറിയാം. ആ കഥയൊക്കെ അറിയാം. ഇത് ആര് പറഞ്ഞാണ് അത് അറിയുന്ന കഥ? അത് സ്കൂളിലൊക്കെ പഠിക്കാനൊക്കെ ഉണ്ടായിരുന്നല്ലോ, അങ്ങനൊക്കെ കേട്ട്. ബാക്കി 2 അനിയന്മാരാണുള്ളത്, ശത്രുഘ്നനും ഭരതനും. കേട്ടിട്ടുണ്ടോ? ശത്രുഘ്നനും ഭരതനും എങ്ങനെയായിട്ടാണ്? പേര് മാത്രമേ കേട്ടുള്ളൂ, അല്ലാണ്ട് എനിക്ക് അറിയില്ല. ഇപ്പൊ ഒന്നുകൂടി പറഞ്ഞേ ശ്രീരാമന്റെ അനിയന്മാരുടെ പേര്. ഇനി പറഞ്ഞേ. ശത്രുഘ്നനും ഭരതനും ലക്ഷ്മണനും. ശ്രീരാമന്റെ അനിയന്മാരുടെ പേര് പറയാമോ? ലക്ഷ്മണൻ, അന്നാരും നിങ്ങൾ ഈ ലക്ഷ്മണൻ എന്നുള്ള സംഭവം എവിടെ നിന്നാ കേട്ടപ്പോ? പണ്ട് പഠിച്ചത് എന്തോ ഓർമ്മയുണ്ട്. എവിടെ? സ്കൂളിലോ? ലക്ഷ്മണനാന്ന് ഉള്ളത് സ്കൂളിൽ പഠിച്ച ഒരു അറിവാണ്. ബാക്കി 2 പേരുടെ പേര് അറിയില്ല? കേട്ടിട്ടുണ്ടാവും, എനിക്ക് ഓർമ്മയില്ലാത്തതാണ്. നിങ്ങൾ രാമായണം സ്കൂളിൽ നിന്നാണ് അറിവുണ്ടായത്? 2 പേരുടെ പേര് ശത്രുഘ്നനും ഭരതനുമാണ്. കേട്ടിട്ടുണ്ടോ? ശത്രുഘ്നനും ഭരതനും. ഇത് സ്കൂളിൽ തന്നെയാണ് കേട്ടെ?
സ്കൂളിൽ നിന്ന് ഞാൻ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെയാ സ്കൂളിൽ നിന്ന് പഠിച്ചത്. ആണോ? ഇന്നെന്ന് പറഞ്ഞ ശ്രീരാമന്റെ 3 അനിയന്മാരുടെ പേര്. ശത്രുഘ്നനും ഭരതനും ലക്ഷ്മണനും. ലക്ഷ്മണൻ. ശ്രീരാമനല്ലേ, ശ്രീരാമന്റെ അനിയന്മാരുടെ പേര് പറയാമോ? ലക്ഷ്മണൻ, ആ. അർജുനൻ, അർജുനൻ അല്ല, അല്ല. അത് വേറെ ബുക്കിലേക്ക് പോയി, മഹാഭാരതായി. പോയി. ലക്ഷ്മണൻ എങ്ങനെ അറിഞ്ഞേ? എങ്ങനെ അറിയാം? ലക്ഷ്മണരേഖ. അങ്ങനെ അറിയാം. ആ. ഇത് രാമായണത്തിനെ പറ്റി അറിയില്ല, പഠിച്ചിട്ടില്ല, രാമായണം വായിച്ചിട്ടില്ല, രാമായണം വായിച്ചിട്ടില്ല, കുറച്ചൊക്കെ അറിയാം. അങ്ങനെ അറിയുന്നേ? മുത്തശ്ശി അല്ലെ അമ്മ പറഞ്ഞു തന്നെ അച്ഛമ്മ പറഞ്ഞു തന്നിട്ട് അറിയാം. അറിയാം. എന്നിട്ടും ബാക്കിയുള്ള 2 പേരുടെ പേര് അറിയില്ല? ബാക്കിയുള്ള 2 പേര് ഓർക്കുന്നില്ല. ഇപ്പൊ കൊറേ കാലമായിട്ട് അതിനെപ്പറ്റി സംസാരിക്കുന്നൊന്നുമില്ലല്ലോ, അതുകൊണ്ട് മറന്നുപോയി. ഇന്നിപ്പോ രാമക്ഷേത്രം പണിതായിട്ട് അറിയാം, അറിയാം. അയോധ്യയില്. അപ്പൊ അതിനെ പറ്റി ചോദിക്കുന്നതാണ്. അവരുടെ 3 അനിയന്മാരാണുള്ളത്. ശത്രുഘ്നൻ, ഭരതൻ, ലക്ഷ്മണൻ. ശത്രുഘ്നൻ, ഭരതൻ അറിയോ? കേട്ടിട്ടുണ്ട്? ഇപ്പൊ പറഞ്ഞപ്പോ കേട്ടിട്ടുണ്ട്. കേട്ടിട്ടുണ്ട്. ഇന്നെന്ന് പറഞ്ഞേ രാമന്റെ 3 അനിയന്മാരുടെ പേര്. ശത്രുഘ്നൻ, ഭരതൻ, ലക്ഷ്മണൻ, രാമൻ. ഇവര് 4 പേരാണ്.